നീ എന്നെ ഒരിക്കലും കളഞ്ഞിട്ട് പോവില്ലല്ലോ അല്ലേ? നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിന്നെ വിട്ടു പോയാ എന്റെ അവസാനത്തെ ശ്വാസം വിടുന്നത് പോലെയാ അത്. നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതാ, എന്നിട്ടാണോ നിന്നെ വിടുന്നതിനെ കുറിച്ച് പറയുന്നത്? അപ്പൊ പിന്നെ ദീപ്തി? ദീപ്തിയോ? എന്താ നീ അവളുടെ പേര് പറഞ്ഞപ്പോ എന്നെ മൂടും കളഞ്ഞല്ലോ. പ്രിയ, നീ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. എന്റെ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോഴാണ് കിട്ടുന്നത്. നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നേ. നീ എന്നെ എപ്പോഴും കാണാൻ വരുന്ന പോലെ തന്നെ ഇനിയും എന്നെ അങ്ങനെ തന്നെ കാണാൻ വരത്തില്ലേ? അതെ മൈ ഡാർലിംഗ്, പ്രോമിസ്. പിന്നെ ദീപ്തി ഒന്നും എനിക്ക് ഒരു വിലയില്ലാത്ത ആളാ. എനിക്കായിട്ട് ഒരുത്തി നീ ഉള്ളപ്പോ പിന്നെ എന്തിനാണ് എനിക്ക് അവള്? മൈ ലവബിൾ പ്രിയ. അപ്പൊ പിന്നെ അവളെന്തിനാ കോൾ ചെയ്യുന്നേ? എപ്പോഴും നമ്മുടെ ഇടയിൽ വിളിച്ചിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുകയല്ലേ? അതെന്തിനാ? അത് ചെറിയ കാര്യല്ലേ. ഇതിപ്പോ അവള് കോൾ ചെയ്യല്ലേ, ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ഇനി ഞാനും നീയും മാത്രം. ഞാൻ എത്ര തവണ വിളിച്ചു? മതി, നിർത്തടി. വീണ്ടും തുടങ്ങണ്ട. ചെന്ന് ഭക്ഷണം എടുത്ത് വെക്ക്. എടി നീ എവിടെയാടി? ഒന്ന് എഴുന്നള്ളോ. അവളുടെ കൂടെ ആയിരുന്നു അല്ലേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? ഇനിയെങ്കിലും അവളെ വിട്ടുകൂടെ? വിടാൻ പറ്റില്ലടി, എനിക്ക് അവളെ ഇഷ്ടാ. അപ്പൊ എന്നോടോ? നിനക്കിവിടെ എന്ത് കുറവാടി ഉള്ളത്? നീ എന്റെ ഭാര്യ, നിനക്ക് എല്ലാ സുഖവും കിട്ടുന്നുണ്ടല്ലോ, മതി. അതല്ലാതെ എന്റെ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ വരണ്ട. അഥവാ ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ എന്നെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയല്ലേ? എനിക്ക് സുരക്ഷയുടെ ആവശ്യമുണ്ട്. നിനക്കിവിടെ എന്താ ആപത്തടയുള്ളത്? നിങ്ങളുടെ ചേട്ടന്റെ അടുത്തൊന്ന് ആപത്തുണ്ട്. അങ്ങനെ എന്നെ തെറ്റായ രീതിയിലാണ് നോക്കുന്നത്. വാതിലൊന്നും മുട്ട പോലും ചെയ്യാതെ അകത്തേക്ക് കയറി വരിക, വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുക. അതുകൊണ്ടിപ്പോ എന്താ? നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? അയാൾ എന്നെ തെറ്റായ രീതിയിലാണ് നോക്കുന്നത്. ഈ ചെറിയ കാര്യത്തിൽ വഷളാക്കുന്നേ. ഞങ്ങള് ചേട്ടനനിയന്മാരെ, അതുകൊണ്ട് എല്ലാ കാര്യവും ഷെയർ ചെയ്യും. ഇനിയിപ്പോ കിടന്നുറങ്ങുന്ന കാര്യത്തിലാണെങ്കിലും അവിടെയും ഞങ്ങൾ ഷെയർ ചെയ്യും. ചേട്ടൻ അത്രമാത്രം ആഗ്രഹിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ നിനക്കത് കൊടുത്തൂടെ? എന്തൊരു വൃത്തികേടാ നിങ്ങൾ ഈ പറയുന്നത്? ആ വൃത്തികെട്ട പെണ്ണിന്റെ കൂടെ കിടന്ന് കിടന്ന് നിങ്ങളുടെ ചിന്തകളും വൃത്തികെട്ടതായി മാറിയിരിക്കുക. അവള് ചിലപ്പോ 10 പേരുടെ കൂടെ കിടക്കുമായിരിക്കും, പക്ഷെ എന്നെ കൊണ്ട് അതിന് പറ്റില്ല. എന്റെ മുന്നിൽ തന്നെ ഒച്ച വെക്കുന്നോടി, അത്രമാത്രം ധൈര്യോ? പ്രിയനെ കുറിച്ച് ഞാൻ പറയട്ടെ, അവളെ പോലെ നിനക്ക് ഒരിക്കലും ആവാൻ പറ്റില്ലടി. അവളുടെ ഒപ്പം കിടക്കുമ്പോ എനിക്ക് എല്ലാ സുഖവും കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നൊക്കെ അവള് തരുന്നുണ്ട്. എന്റെ മൂഡ് അവൾ ഒരിക്കലും സ്പോയിൽ ചെയ്യാറില്ല. എന്നാ നീ ഉണ്ടല്ലോ, അവളുടെ കാല് നക്കാൻ പോലെ യോഗ്യതയില്ലടി. ഓ, ഇന്നത്തെ മൂടും കളഞ്ഞു. ചേച്ചി, നിങ്ങൾക്ക് പ്രിയയുടെ കാര്യം നേരത്തെ അറിയായിരുന്നു അല്ലേ? എന്നിട്ടും എന്തിനാ നിങ്ങള് എന്റെയും സന്ദീപിന്റെയും കല്യാണം നടത്തിയേ? അതിനിപ്പോ എന്താ? അവൻ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? ഇനി പറയാൻ എന്താ ബാക്കിയുള്ളത്? ദിവസം മുഴുവൻ സന്ദീപ് പ്രിയയുടെ കൂടെയാണുള്ളത്. പാതിരാത്രി കയറി വരും. സന്ദീപിന് എന്റെ ഓർമ്മ പോലും ഇല്ല. എന്നോടൊരു തരി സ്നേഹവും ഇല്ല. അതിലെന്താ ഇത്ര പ്രശ്നം? അവന്റെ ഭാര്യയില്ല നീ, അപ്പൊ അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അതാണ് ജീവിതം. അവൻ എന്തിനാ പുറത്തു പോകുന്നത്, ആരെയാ കാണാൻ പോകുന്നത് എന്നൊക്കെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ വളരെ എളുപ്പമാണ്. ഞാൻ എന്താ അനുഭവിക്കുന്നതെന്ന്
നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഭാര്യയുടെയും ഭർത്താവിന്റെയും ബന്ധം എങ്ങനെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ഇവിടെ വന്ന് കഴിയുന്നത്. എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എവിടുന്ന ധൈര്യം കിട്ടിയത്? ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി. നിങ്ങൾ സ്വന്തം ഭർത്താവിന്റെ കൂടെ ജീവിച്ചാലല്ലേ ആ ബന്ധത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ വഴിയുള്ളൂ. എന്നാലേ ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാറായോ? ഇതെന്റെ സഹോദരങ്ങളുടെ വീടാ. ഞാൻ ഇവിടെ നിൽക്കുവോ നിൽക്കാതിരിക്കുകയോ ചെയ്യും. അതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ ഇവിടെ നിൽക്കുവോ നിൽക്കാതിരിക്കുകയോ ചെയ്യും. മറന്നു പോകണ്ട, ഞാനുള്ളത് കൊണ്ട് അവന്റെ കൂടെ നിന്റെ കല്യാണം പോലും കഴിഞ്ഞത്. അല്ലെങ്കിൽ ഈ സമയം നീ ഏതെങ്കിലും കുടില് കണ്ടേനെ പിച്ച എടുക്കാനായിട്ട്. നല്ല കഥയാണല്ലോ. ഇന്നലെ വന്ന് നീ എന്നോട് ഈ വീട് വിട്ടു പോകാനായിട്ട് പറയുന്നു. ഇതെല്ലാം കേൾക്കാൻ വേണ്ടിയാണോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ? ചേച്ചി എന്ത് പറ്റി? എന്താ പ്രശ്നം? ഇത് കേട്ടില്ലേ? എന്തിനാ ആങ്ങളമാരുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നതെന്ന് ഇവൾ എന്നോട് ചോദിക്കുക. ഇവൾ എന്നെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ നോക്കുക. അല്ല ചേച്ചി, ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിനക്ക് ഇത്രക്ക് ധൈര്യോ? എന്റെ ചേച്ചി നീ വീട്ടിൽ നിന്ന് പുറത്താക്കുമല്ലേ? വാ. ചേട്ടാ, ചേട്ടാ എന്റെ കയ്യെന്ന് വിട്. ഇതുവരെ ഞാൻ ഇവൾക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്റെ ഭർത്താവിന്റെ സ്വഭാവം ശരിയല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ എങ്ങോട്ട് പോവാനാ? ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് ഈ പെണ്ണിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാം എന്റെ തലയിലെഴുത്ത്. എന്തൊക്കെ ഞാൻ കാണണം ദൈവമേ. ചേച്ചി, ചേട്ടനോട് എന്റെ കയ്യെന്ന് വിടാൻ പറ. എന്നെ വിട്. നിന്റെ നാവിന് നീളം കൂടുന്നുണ്ട്. അത് ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കാം. വാ. ചേട്ടാ, എന്നെ വിട്. എന്നെ വിട്. ചേച്ചി, എന്നെ വിടാൻ പറ. എന്നെ വിട് ചേട്ടാ. ഇവളെ ശരിക്കൊരു പാഠം പഠിപ്പിക്കണം. കയ്യിൽ എന്നോട് പോവാനല്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ നിന്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും. ചേട്ടാ, എന്നെ വിട്. ചേട്ടത്തി, ചേട്ടത്തി. ചേച്ചി, ചേച്ചി, ചേട്ടത്തി, എന്നെ വിട്. ചേട്ടാ, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്. എന്നെ ഒന്നും ചെയ്യരുത്. ചേട്ടാ, ചേട്ടാ, ദയവേദന ഒന്നും ചെയ്യരുത്. ചേട്ടത്തി, ചേട്ടത്തി. സന്ദീപേട്ടാ, സന്ദീപേട്ടാ, എന്നെ രക്ഷിക്ക്. ചേട്ടത്തി, ചേട്ടാ, എന്നെ വിട്ടേക്ക്. എന്നെ ഒന്നും ചെയ്യരുത്. ചേട്ടത്തി, എന്നെ വിട്. ചേട്ടാ, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്. ചേട്ടാ, എന്നെ വിട്ടേക്ക്. എന്നെ ഒന്നും ചെയ്യരുത്. ചേട്ടത്തി, ചേട്ടത്തി, എന്നെ രക്ഷിക്ക്. ഭർത്താവ് തന്നെ സ്വന്തം ഭാര്യയെ മൃഗീയമായി ബലാത്സംഗം ചെയ്താൽ ആ ഭാര്യയുടെ ജീവിതം നരകമായി തീരും. ഈ ഭർത്താവിന് എന്തു പറയാനാണ്? ഇതിൽ മനുഷ്യത്വവും മനസാക്ഷിയും ഒന്നും തന്നെയില്ല. പിന്നെ അവരുടെ സഹോദരി എന്തു പറയാനാണ്? സഹോദരന്മാരുടെ തെറ്റുകളെ ന്യായീകരിക്കുന്നു, അതിന് കൂട്ടുനിൽക്കുന്നു. ഇതാണോ സമൂഹ നീതി എന്നത്? സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമത്തെ മറ്റൊരു സ്ത്രീ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇനിയും എത്ര കാലം ഇങ്ങനെയൊക്കെ സംഭവിക്കും? ഇത് വലിയ പ്രശ്നമാവുന്നു. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ, പായില്ലേ? നിങ്ങളോടൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞത് എനിക്ക് കല്യാണം വേണ്ടെന്ന്? ആരും കേട്ടില്ല. ഇപ്പൊ ശരിക്കും പെട്ടില്ലേ? ഇവിടെ എങ്ങനെ പുറത്തോ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ അവൾ ആരോടൊന്നും പറയില്ല. ഞാൻ അവളെ മുറി തന്നെ പൂട്ടിയിടാം, ഫോൺ പോലും കൊടുക്കാതെ. അവൾ ആരോടെങ്കിലും മിണ്ടിയാലല്ലേ കുഴപ്പം. എന്ത് ചെയ്യും നോക്കാം. അവള് തനിയെ നമ്മുടെ വഴിക്ക് തന്നെ വരും. അതന്നെ ഞാനും പറയുന്നേ. ഇതൊക്കെ ചെയ്യാനുള്ളതല്ലേ? ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്ക്. എന്തെങ്കിലും നൂലാമാല പറയാം. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേക്ക്. അവളെ ഇപ്പൊ നമുക്ക് അവിടെ വീട്ടിലേക്ക് വിടാൻ പറ്റില്ല. അങ്ങനെ അവള് വീട്ടിലേക്ക് പോയാലും അവിടെ ചെന്ന് അവൾ എല്ലാരോടും കാര്യങ്ങൾ പറഞ്ഞാലോ ഈ കുടുംബത്തിലുള്ളവരെല്ലാവരും പിടിയിലാകും. തന്ന സ്ത്രീധനം എല്ലാം തിരിച്ചു ചോദിക്കും. ജീവനാംശവും കൊടുക്കേണ്ടി വരും. നീ ഒന്ന് സമാധാനിക്ക്. അവള് നമ്മുടെ വഴിക്ക് വരും. അതിരിക്കട്ടെ, ഒരുപക്ഷെ അവൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതിനെപ്പറ്റി പിന്നീട് ആലോചിക്കാം. അതായത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, പാമ്പും ചാവണം, തടിക്കൊന്നും പറ്റാനും പാടില്ല.
ദീപ്തി എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. എടത്തി, എന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി. ഞാനിനി എന്ത് ചെയ്യും? എടത്തിക്കും ഇതിനുള്ള ഉത്തരവില്ല അല്ലേ? ചേട്ടൻ എന്റെ ജീവിതം നശിപ്പിച്ചു. ഇനി ഞാൻ എങ്ങനെയാ തല ഉയർത്തി ജീവിക്കുക? ഞാൻ എങ്ങോട്ട് പോകും? ആരുടെ അടുത്തേക്ക് പോകും? ഏടത്തെ എന്താ ഒന്നും മിണ്ടാത്ത? എന്തിനാ ഇങ്ങനെ നിക്കുന്നേ? ദീപ്തി, ഞാനിപ്പോ എവിടെയാണോ ഉള്ളത്? അവിടെ എനിക്ക് സംസാരിക്കാൻ പോലുള്ള അവകാശമില്ല. പക്ഷെ എന്തിന് നമ്മൾ മിണ്ടാതിരിക്കണം? എന്തിന് ഇതൊക്കെ സഹിക്കണം നമ്മള്? ഏടത്തിക്ക് വേണ്ടി അല്ലെങ്കിലും എനിക്ക് വേണ്ടിയെങ്കിലും എന്തേലും പറഞ്ഞൂടെ? ഏടത്തിക്കെല്ലാം വീട്ടുകാരോട് തുറന്നു പറഞ്ഞൂടെ? ഇവിടുന്ന് രക്ഷപ്പെട്ടൂടെ? ഈ നരകത്തിൽ നിന്ന് ഏടത്തിക്കെങ്കിലും രക്ഷപ്പെട്ടൂടെ? ഇവിടുന്ന് പോക്കൂടെ ഏടത്തി? എവിടെ പോവും ഞാൻ? എവിടെ പോവും ഞാൻ? എന്റെ വീട്ടുകാർ എന്നെ തിരിച്ചൊരിക്കലും കേട്ടതില്ല. അവർക്ക് ഞാൻ അവിടെ തിരിച്ചു പോകുന്നതിനേക്കാളും ഞാൻ മരിക്കുന്നതായിരിക്കും സന്തോഷം. എനിക്ക് എഴുത്തും വായനയും പോലും അറിയില്ല. പുറത്തു പോയൊരു ജോലി പോലും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ വീട് തന്നെയാ. ഭാര്യയാണ്, ഭക്ഷണമുണ്ട്. ഇതിനു മേലെ എന്തെങ്കിലും ചിന്തിക്കുന്നത് പോലും ഇവിടെ പാവമാണ്. എന്നോ ചേടത്തി, എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്ക അല്ലേ? ഒരു പെണ്ണായി ജനിച്ച എല്ലാം സഹിച്ചേ പറ്റൂല്ലേ? എന്നാൽ അവൻ പുരുഷനാണ്. നമ്മൾ സ്ത്രീകളും അവര് പറയുന്നതാണ് ന്യായം. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞാൻ നിന്നോടും ഇത് തന്നെയാ പറയാൻ പോകുന്നത്. നീയും ഈ ജീവിതം ജീവിക്കാൻ വേണ്ടി പഠിച്ചോ? ഇല്ല, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെ ഇവിടെ ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതായിരിക്കും ഏടത്തി. എനിക്ക് ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല ഏടത്തി. പ്ലീസ് എനിക്കൊരു സഹായം മാത്രം ചെയ്യണം. എന്ത് സഹായം? ഈ ഏടത്തി, എങ്ങനെയെങ്കിലും എന്റെ ഫോൺ എടുത്തോണ്ട് വന്ന് എന്റെ കയ്യിൽ തരുമോ? പ്ലീസ് ഏടത്തി, ഞാൻ ഏടത്തിയുടെ കാല് പിടിക്കാം. ആ ഫോൺ എങ്ങനെയെങ്കിലും എടുത്തോണ്ട് വന്ന് എന്റെ കയ്യിൽ തരണം ഏടത്തി. പ്ലീസ് എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഇപ്പോ ഞാൻ നിന്നെ സഹായിച്ച കാര്യം ഇവരറിഞ്ഞാലുണ്ടല്ലോ, ഇവരെന്നെ കൊന്നുകളയും. എന്നോട് ക്ഷമിക്കണം. എന്താടി തുറച്ചു നോക്കുന്നേ? നിനക്കെന്താ ദേഷ്യം വരുന്നുണ്ടോ? നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ വൃത്തികെട്ടവളുടെ നമ്മുടെ മുറി വരെ നിങ്ങൾ കൊണ്ടുവരും. ഇവളെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ തല്ലിയില്ലേ? എനിക്ക് നടന്ന അന്യായത്തിന് എന്താ പറയാ? നിങ്ങളുടെ ചേട്ടൻ എന്നോട് ചെയ്തതിന് എന്താണ് ഉത്തരം പറയാ? ഞാനൊരു ചുക്കും ചെയ്യില്ലടി. സംഭവിച്ചതൊക്കെ ശരി തന്നെയാ. നീയൊക്കെ അതിനെ ഉപകാരപ്പെടുള്ളൂ. സന്ദീപ്, അവളങ്ങ് വിട്ടേക്ക്. നമ്മളെന്താ ഇതൊക്കെ ചെയ്യാനാണ് ഇവിടെ വന്നത്? അല്ല ഡാർലിംഗ്, ഞാൻ നിന്നെ സ്നേഹിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നതാ. സ്നേഹോ? എത്ര വേണമെങ്കിലും സ്നേഹിച്ചോ. എന്നാലും ഇവളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. ഇതിന് സ്നേഹമെന്നല്ല, കാമോ എന്നാ പറയാ. പിന്നെ ആക്രാന്തോ? നീ ഒരുപാട് സ്നേഹത്തിനെ പറ്റി പറയുന്നുണ്ടല്ലോ. നിനക്ക് സന്ദീപിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? ഞാൻ കാരണം ഇവന് ബഹുമാനം കിട്ടുന്നത്. ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കാൻ പറ്റും. നീ നല്ലോണം സംസാരിക്കുന്നുണ്ടല്ലോ. നീ പറഞ്ഞ സത്യ. നിനക്കൊരിക്കലും ഞാൻ ചെയ്യുന്നതൊന്നും ചെയ്യാനേ കഴിയില്ല. എനിക്ക് സന്ദീപിന് വേണ്ടി എന്തും ചെയ്യാൻ കഴിയും. എന്തും ചെയ്യുന്ന പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. എന്ത് വേണേലും ചെയ്യും. നിനക്ക് ചെയ്യാൻ പറ്റോ? എന്ത് വേണേലും? ഇല്ല, കാരണം ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിലേക്കും ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ വീട്ടിലേക്കും പോകാൻ പറ്റും. അതുകൊണ്ടല്ലേ ഇദ്ദേഹം നിന്നെ കല്യാണം കഴിക്കാതെ എന്നെ കല്യാണം കഴിച്ചത്. ഞാൻ നിന്നേക്കാൾ ഒരുപാട് മുകളിലാ. നീ എന്റെ 7 അയലത്ത് പോലും എത്തില്ല. അതെയോ? നിനക്ക് ഇപ്പം മനസ്സിലാക്കി തരാം. ഇത് നോക്ക് ദീപ്തി, നിന്റെ ഈ വൃത്തികെട്ട കൈ ഉണ്ടല്ലോ, ഈ കൈ വെച്ച് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനേ പറ്റൂ. എന്നാ ഇവളുടെ കൈ നോക്കി, വെണ്ണ പോലെ എത്ര മൃദുലമുള്ളതാണെന്ന്. ഒരു കറയുമില്ല, പാടുമില്ല. ഇവളുടെ കണ്ണുകൾ നോക്കി, നിലാവിനെ തോൽപ്പിക്കുന്ന പ്രകാശമല്ലേ. ആര് കുറേ സമയം കണ്ടാലൊന്നും മഞ്ഞളിക്കും. എന്നാ നിന്റെതോ? നിന്റെ കണ്ണുകളിൽ എപ്പോഴും കരച്ചിലും കണ്ണീരല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവളുടെ മുടി നോക്കിയേ, ഇവളുടെ മുടിയുടെ സുഗന്ധം പൂക്കളുടെ മണം പോലും തോറ്റു പോകുന്ന രീതിയിലാ. എന്നാ നിന്റെതോ? ഏതു നേരം വേർപ്പിന്റെ നാറ്റം. ഇവളുടെ മുഖം നോക്കിയേ, നല്ല വെണ്ണ കടങ്ങെടുത്ത പോലെയല്ലേ മുഖം, സോഫ്റ്റ് ആൻഡ് ഫ്രഷ് ആയിട്ട്. എന്നാ നിന്റെതോ? ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത പാടം പോലെയല്ലേ നിന്റെ മോൻ ധരിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും നിന്റെ കയ്യിലില്ല. നിന്നെ കെട്ടിയതാണ് ഞാൻ ഈ ജന്മത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ പ്രിയ ഉണ്ടല്ലോ, ഇവളുടെ കൂടെയാണ് എൻ്റെ സന്തോഷവും ജീവിതവും ഞാൻ ജീവിക്കാൻ പോകുന്നത്. നീ എൻ്റെ ലഹരി ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ.